എക്സലിന്റെ ഏറ്റവും കൂടുതൽ പവർഫുൾ ഫംഗ്ഷൻ ഏതാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിവോട്ട് ടേബിളെ ഞാൻ പറയുള്ളൂ. കാരണം ആ പിവോട്ട് ടേബിൾ എക്സൽ മാത്രം ഒതുങ്ങി കൂടുന്ന ഒരു ഫീച്ചർ അല്ല. ഈവൻ പവർ പോയിന്റ് പ്രസന്റേഷൻ അല്ലെങ്കിൽ PPTയിലും അതേ ഫീച്ചർ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം എങ്ങനെയാണുള്ളത്. ഫോർ എക്സാമ്പിൾ, ഈ ഒരു ഡാറ്റാ സെറ്റിന്റെ ബേസിൽ ഒരു പിവോട്ട് ടേബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ സെയിൽസ് റെപ്പിന് അഗെയിൻസ്റ്റ് ആയിട്ട് ടോട്ടൽ റവന്യൂ. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് കോപ്പി ചെയ്യുന്നു. ശേഷം നമ്മുടെ പവർ പോയിന്റ് ആപ്ലിക്കേഷൻ ഞാൻ ഓപ്പൺ ചെയ്യുന്നു. ഇതിലേക്ക് ഞാൻ പേസ്റ്റ് ചെയ്യുന്നു. നിങ്ങളുടെ പേസ്റ്റ് ചെയ്ത് ഉടൻ തന്നെ കാണാൻ പറ്റും താഴത്തൊരു ഐക്കൺ, റൈറ്റ്? ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ തേർഡ് ഓപ്ഷൻ ഉണ്ട്, എംബെഡ്. അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ആ ലുക്ക് ആൻഡ് ഫീൽ അല്ലെങ്കിൽ ആ ഫോർമാറ്റ് മാറിയിട്ടുണ്ട്. ഇതിപ്പം ടേബിൾ ആണ്, ആക്ച്വലി പ്യൂർ ടേബിൾ. ഇനി ഈവൻ ഞാൻ ഒറിജിനൽ ഡാറ്റ സെറ്റ് അടിക്കുക എക്സൽ സേവ് ചെയ്യാണ്ട് ക്ലോസ് ചെയ്താലും, ഫോർ എക്സാമ്പിൾ ഞാൻ ഇത് ക്ലോസ് ചെയ്യുന്നു, ഡോൺ സേവ് അടിക്കുന്നു, ഈ ടേബിൾ ഇവിടെ തന്നെ ഉണ്ടാവും. ഇതിലൊരു ചെറിയ മാറ്റം വരുത്തണം. സെയിൽസ് റെപ്പിന് പകരം ഇവിടെ കാണിക്കേണ്ടത് അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്യേണ്ടത് പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഈ ടേബിളിന് മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കലി ഈ ഒരു PPTന്റെ അകത്ത് തന്നെ ഒരു എക്സൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വന്നിട്ടുണ്ടാവും. വിത്ത് പിവോട്ടബിൾ ഫീൽഡ് എടുക്കും. ഫീൽഡ് എങ്ങനെ കിട്ടാം? ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഷോ ഫീൽഡ് ലിസ്റ്റ് അടിച്ചാൽ മതി. അതിനുശേഷം സെയിൽസ് റെപ്പ് എടുത്തിട്ട് റിമൂവ് ചെയ്യുന്നു, പ്രൊഡക്റ്റ് എടുത്ത് താഴത്തേക്ക് ഇടും. ഇനി നമ്മുടെ ഡാറ്റ ഫൈനലൈസ് ചെയ്ത ശേഷം ജസ്റ്റ് ഔട്ട് സൈഡ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ആ PPTയിലേക്ക് വീണ്ടും കൺവേർട്ട് ആയി വന്നിട്ടുണ്ട്. ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് ചാർട്ട് വേണം, നമുക്ക് അങ്ങനെ പ്ലേസ് ചെയ്യാം. ഒരു ഇൻസേർട്ട് ഇല്ലസ്ട്രാക്ഷൻ എന്ന ടാബിന് ഉണ്ടല്ലോ, ചാർട്ട് എന്നുള്ള ഓപ്ഷൻ കാണാം, ക്ലിക്ക് ചെയ്യുക. ഇഷ്ടമുള്ള ചാർട്ട് ചൂസ് ചെയ്യുവാണെങ്കിൽ ലൈൻ ചാർട്ട് അല്ലെങ്കിൽ പൈ ചാർട്ട്, ഏത് ചാർട്ട് നമുക്ക് ചൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ കോളം ചാർട്ട് യൂസ് ചെയ്യുന്നു, ഓക്കെ അടിക്കുന്നു. അതിന് അഗെയിൻസ്റ്റുള്ള ഡാറ്റ മാത്രം PPTയിൽ അപ്പിയർ ചെയ്തു. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഒന്ന് അപ്ലൈ ചെയ്യുക.